ഏതായാലും മുഖ്യമന്ത്രി രാഘവൻ മന്ത്രിസഭയുടെ 1ാം വാർഷികത്തിന് കമ്മീഷണർക്ക് എന്ന ഉപഹാരം എനിക്ക് പിടിച്ചു. നാഗാലാൻഡിലോട്ടായിരിക്കും നമ്മുടെ അടുത്ത ഹണിമൂൺ ട്രിപ്പ് അല്ലേ? ഞാനിതെന്താ ട്രാൻസ്ഫർ ഓർഡർ? ഇത് ആദ്യമായിട്ട് കാണുക. ഏതായാലും റിലീവ് ചെയ്യാൻ ഇനി ഒരാഴ്ച കൂടിയുണ്ട്. ആ ഒരാഴ്ച എന്റെ ജീവിതത്തിലെ പരീക്ഷണ ഘട്ടമായിരിക്കും. എന്തായാലും ഇവന്മാരെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊക്കെ നിയമവും ആദർശമൊക്കെ പറഞ്ഞ് സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന മൂരാജികളാണ്. ഇയാളിപ്പോ ഐജിക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫയൽ ഉണ്ടല്ലോ, അതിന് വെളിച്ചം കാണില്ല. അതൊക്കെ പോട്ടെ, നീ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയിരിക്കുന്ന ക്രിമിനൽ സംഘയിലെ ഹിന്ദുവും കൂട്ടരും അവരുടെ മൊഴി ഈ CM-നും മുകുന്ദനും കൊലക്കയറ് വരെ വാങ്ങിക്കൊടുക്കും. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തു ആ പാവങ്ങളെ അവർ ജയിലിൽ വെച്ച് വകവരുത്തുകയും ചെയ്യും. അതിനുവേണ്ടി അവർ നിന്നെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. എന്തെങ്കിലും മാർഗമുണ്ടോ അവരെ രക്ഷിക്കാൻ? നിയമം അനുശാസിക്കുന്ന എല്ലാ സംരക്ഷണവും അവർക്ക് കിട്ടും. കണ്ടറിയാം. ആ ദേ മുഖ്യനെന്ന് വരുന്നുണ്ടല്ലോ, സരോജാനന്ദ സ്വാമിനിയെ കാണാൻ. മന്ത്രിസഭയുടെ 1ാം വാർഷികത്തിന് മുന്നോടിയായി ആശ്രമത്തിൽ അനുഗ്രഹം തേടിയെത്തുന്ന ജനനായകന് സ്വീകരണം. വേണം പോകുന്നില്ലേ? പോകാതിരിക്കാൻ പറ്റുമോ? ഡ്യൂട്ടി ആയി പോയില്ലേ? യെസ്, കമ്മീഷണർ സ്പീക്കിംഗ്. വാട്ട്? ശരി, ഞാനിതാ പുറപ്പെടുന്നു. എന്താ? ആ ഹിന്ദുവും കൂട്ടരും ജയിൽ ചാടി. മനസ്സാ വ്രതം നോറ്റ ചാവേർ പോരാളികളാവർ. ഏത് കൽത്തുറുങ്കിൽ അടച്ചാലും ഏത് ചങ്ങല കൊണ്ട് ബന്ധിച്ചാലും ആ ശബ്ദം അവർ നിറവേറ്റി. എന്താ മൂന്നായത്? വണ്ടിക്കകത്ത് എന്താണോ? എന്താ കാര്യം? ആ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞേക്കാം. ഇങ്ങോട്ട് വന്നേ. അവളുമാര് ജയിലിൽ ആടി അറിഞ്ഞില്ലേ? അറിഞ്ഞു, അതിനല്ലേ പോലീസ്. അയ്യോ, പോലീസും പട്ടാളമൊക്കെ അവളുമാർക്ക് പുല്ല. പോരാത്തതിന് അതിനടുത്ത് മന്ത്രവാദിയാ. നിന്ന നിപ്പ് വേഷം മാറിക്കളയും. കഥകളൊക്കെ എന്നെ കൊണ്ട് അവളുമാര് പറയിച്ചിട്ടുണ്ട്. തന്നെയാ അവളുമാർക്ക് ആദ്യത്തെ നോട്ടം. തന്റെ ഒരു കോപ്പിലെ ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധക്കുറവായതൊക്കെ എല്ലാത്തിനും അടിച്ച് വെളി കളയണം. സാറ് വിഷമിക്കാതിരിക്കെ അവരെ മണിക്കൂറുകൾക്കകം പിടികൂടും. സാറിന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് പോലും വീഴാത്ത രീതിയിൽ സെക്യൂരിറ്റി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവൻ ആര്? ആ കരിമാടിക്കുട്ടൻ. അത് പോത്തല്ലേ? തനിക്കെന്താ വട്ടു പിടിച്ചോ? എന്തായാലും ഞങ്ങൾ ഇനി മുഖ്യന്റെ കൂടെ ഉള്ളൂ. കേറിയാട്ടെ. നീ കേറടാ. ഒന്ന് മാർക്കി. നമസ്കാരം. ആശ്രമത്തിലേക്ക് സ്വാഗതം. ഒന്ന് നിന്നേ. എന്താ? ഈ ചവിട്ടുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? എന്റെ എല്ലാ പ്രതിബന്ധങ്ങളും അമ്മയുടെ ചവിട്ടുകൊണ്ടാ തീർന്നിട്ടുള്ളത്. അയ്യോ, എന്നാ എനിക്ക് വേണം ഒരു ചവിട്ട്. നിനക്ക് വേണോടാ ഗോവിന്ദ? എനിക്ക് വേണ്ടേ. എന്റെ വിലക്ക് ഭീഷണി ഇല്ലല്ലോ. അമ്മേ മഹാമായ. അമ്മയല്ലടോ, സ്വാമി. അത് ഓഹോ. സ്വാമി. സ്വാമി ഒന്ന് മാറും. അമ്മേ മംഗളദേവി ഹരേ, ജയ ജയ മംഗളദേവി ഹരേ. അമ്മേ മംഗളദേവി
ഇതേതാ പുതിയൊരു ഭക്തൻ? അമ്മ കേട്ടിട്ടുണ്ടാവും. ഇതാണ് മുകുന്ദൻ. ഇവിടെ അടുത്താ താമസം. പ്രശസ്തനും പ്രഗത്ഭനുമാ. കുബുദ്ധിയാണല്ലോ കയ്യിലുള്ളത്. ഗ്രഹപ്പഴ സമയാണല്ലോ. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം മാറണം. എനിക്ക് ജീവഹാനി വരരുത്. അത് മാത്രം അമ്മയുടെ കയ്യിലല്ല. സാക്ഷാൽ പരമശിവനെ ധ്യാനിക്കുക. ശിവനെ അനുഗ്രഹം വാങ്ങിച്ചോളൂ. അമ്മേ മഹാമായി എഴുന്നേറ്റുള്ളൂ. ആസനസ്ഥരാകും. സൂക്ഷിച്ച് ചെയ്തിടണം. എന്റെ മാജിക് സ്റ്റിക്ക് ജയിലിലായതുകൊണ്ട് എന്റെ വിദ്യകളൊന്നും നടക്കില്ല. മക്കളെ സൂക്ഷിക്കുക. ഈശ്വര, ആ കാക്കിയിട്ട കാട്ടാളെന്തേ നിൽക്കുന്നു? സ്വാമിമാരെല്ലാം പൊക്കോ. താനീ വന്നേ. സ്വാമീസ് പൊക്കോ. ബോംബോ കത്തിയൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. അയ്യോ, സംഗതി മാറിപ്പോയി. പൊക്കോ പൊക്കോ. എന്താടോ? മനുഷ്യനെ കൊലക്കി കൊടുക്കുന്ന പണിയാ നിന്റെ കയ്യിലുള്ളത്. കള്ളത്തരം പറഞ്ഞ് അവരെന്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ച് പോലീസിന്റെ കയ്യിൽ നിന്ന് ശരിക്കും മേടിച്ചു തന്നു. ദേ ഇപ്പൊ അവൻ എന്നെ കണ്ട എന്റെ ശവം പോലും തിരിച്ചു കിട്ടില്ല. എങ്ങനെയെങ്കിലും ആ പെമ്പിള്ളെ രക്ഷിക്കണം. ഇളയതുപായോടുള്ള എന്റെ കടമയാണത്. മൈത്രേയ സ്വാമി സഹായിച്ചേ പറ്റൂ. ശിഷ്യ സ്വാമി, വണ്ടി വിട്. ഓം. പൊക്കോ. പ്രണാമം. ഹരിയോ. ക്രിമിനൽ. എന്റെ അമ്മേ. ആ ചതിയന്മാർ ജയിലിൽ വെച്ച് അവരെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾ രക്ഷപ്പെടുത്തി. ഇവിടെ നിന്ന് കൂടി. അയ്യോ, ദേണ്ടേ വരുന്നു. ഓം കള്ളസ്വാമി വേഷം കെട്ടി ഇവിടെ നുഴഞ്ഞു കയറാൻ നീ ആര്? കാർഗിലിലെ പാകിസ്ഥാൻ ഭീകരണം. പൂജയ്ക്കുള്ള പൂക്കൾ കൊണ്ടുവരൂ മകനെ. മകനല്ല, കുറെ നാളായി നീ എന്നിട്ട് കളിപ്പിക്കുന്നു. എവിടാ ജയിലിൽ ആടിയവര്? ഹരിയോം. അവന്റെ കാര്യം ശരിയാക്കി തരാം. ഒന്ന് മാറി നിൽക്കൂ പ്ലീസ്. Don't let them go. Move. തുത്തുകൊള്ളൂ എല്ലാത്തിനെയും. വാസിയമ്മേ. ഞങ്ങളുടെ കുടുംബം നശിപ്പിച്ച ദ്രോഹികളെ നിന്നെ ഞാൻ വെറുതെ നിങ്ങളെ പോലുള്ള തേർഡ് റേറ്റ് പൊളിറ്റീഷ്യൻസിന്റെ മുഖംമൂടി നിയമത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടാൻ എനിക്ക്
എനിക്കിവരെ വേണം. ശ്രീദേവി, മൈൻഡ് യുവർ ടങ്. ആരുടെ നേരെ വിരൽ ചൂണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? യെസ്, ഐ നോ them very well. ഇവന്മാരെ കൊലയാളികളാണ്. ഇവരുടെ എല്ലാ പൂർവ്വ ചരിത്രങ്ങളും എനിക്കറിയാം. ഇത്തരം ക്രിമിനൽസിന്റെ വിഴി പലക്കാനും പാപസേവ ചെയ്യാനും ഞാൻ സല്യൂട്ട് ചെയ്യുന്ന ഒരു മേലധികാരി കൂട്ടുനിൽക്കുന്നതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. Stop it. Don't you try to dominate me. അതെ, കൂനിക്കൽ വാസു. തന്നെപ്പോലുള്ള ക്രിമിനൽസ് ജനനേതാക്കളായതാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം. താൻ മൂലം ശിഥിലമായ ഒരു കുടുംബത്തിലെ അവസാനത്തെ കണ്ണി. ഇവളെ സാക്ഷി നിർത്തി എനിക്ക് ആ കണക്ക് തീർക്കണം. മനുഷ്യനെന്ന നിലയിൽ ജീവിതത്തിൽ ആദ്യമായി ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതിനെ വിപ്ലവമെന്നോ നക്സലിസമെന്നോ എന്ത് വേണേലും വിളിക്കാം.